അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വളരെ ഗൗരവമേറിയ ആശയ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ഖുർആൻ ഓതുന്നതോടൊപ്പം അതിൻ്റെ ജുസുകൾ തിലാവത്ത് ചെയ്യുന്നതോടൊപ്പം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഉറങ്ങാതെ അറിവ് തേടി വന്നവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രം ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹു ഖുർആനിൽ എടുത്തെടുത്ത് പറഞ്ഞ സ്വലാത്ത് എന്ന പദം, നിസ്കാരം എന്ന പദം, ആ നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന, മനുഷ്യർക്ക് ലഭിക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജുകൾ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, നിസ്കാരത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ഇവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ സുബഹി നിസ്കാരത്തിന് മുൻപുള്ള തഹജ്ജുദിൽ തുടങ്ങി ഇപ്പോൾ റമദാനിൽ തറാവീഹിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ വിത്തറിൽ അവസാനിക്കുന്ന തരത്തിൽ ഓരോ ദിവസവും എത്ര റക്അത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിൽ ഒരു നിമിഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. തഹജ്ജുദ് മുതൽ തറാവീഹ് കഴിഞ്ഞ് വിത്തർ വരെ എത്ര റക്അത്ത് നമസ്കാരം ടോട്ടൽ നമ്മൾ നിസ്കരിക്കുന്നു? അപ്പോൾ ഇത്രയും സമയം നമ്മൾ നിസ്കരിക്കുന്നത് ആത്മീയമായി ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഒരു വർഷം ഈ 11 മാസക്കാലം ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിന് പുറമെ അള്ളാഹുമായി നമ്മൾ അടുക്കുന്നു. അതിന് പുറമെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അള്ളാഹു നമ്മളോട് അത്ര ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയ കാർഡിയോ മസ്കുലർ അഡ്വാൻറ്റേജ് എന്നാണ് പറയുമ്പോൾ ഹൃദയ രക്തധമനികളുടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ പേശികൾക്ക് ലഭിക്കുന്നതൊക്കെ കണ്ടു. ഇവിടെ ഒരാൾ സുജൂദൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ മുമ്പ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഓരോ അവയവങ്ങൾ നിങ്ങൾക്ക് അവിടെ വരച്ച് കാണിച്ച് തന്നിട്ടുണ്ട്, ആൽബോയിലൊക്കെ കാണുന്നുണ്ട്. ഫങ്ഷൻസ് നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹൃദയ രക്തധമനികൾ നടക്കുന്ന ഫങ്ഷൻസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ആ ഫങ്ഷൻസിന്റെ ഫലമായി അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ അവിടെ ഇത് പിന്നെ ഹൃദയധമനികൾ, ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് ആണ്. മുഴുവൻ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ നമ്മുടെ അവയവങ്ങളിലേക്കൊക്കെ ഈ നിസ്കാരം മൂലം ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഫ്ലോ വളരെ നല്ല രൂപത്തിൽ നടക്കുന്നതായിട്ട് പഠനങ്ങൾ ഇത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് ദഹന പ്രക്രിയ, അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഈ പോഷകങ്ങളൊക്കെ കോശങ്ങളിലേക്ക് എത്തിക്കേണ്ട ജോലി രക്തത്തിനാണുള്ളത്. ഈ ആഹാരം കോശങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാക്കുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പോൾ ദഹന പ്രക്രിയയും ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോയും വളരെ സുതാര്യമായ സുഗമമായ രീതിയിൽ നടക്കുന്നു, അല്ലെങ്കിൽ അത് വളരെ സ്മൂത്തായ രൂപത്തിലേക്ക് മാറുന്നു എന്നതാണ് നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 2 ബെനിഫിറ്റ്. ഈ 2 ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള നമ്മൾ പഠിച്ചല്ലോ ആദ്യം തുടക്കത്തിൽ, ഈ 2 കാര്യങ്ങളും വളരെ സ്മൂത്തായി നടക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള മനുഷ്യനായി മാറുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ഇവിടെ നിസ്കാരം കൊണ്ട് ഈ 2 കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടത്തപ്പെടുന്ന തരത്തിലുള്ള ഫങ്ഷൻസുകൾ നമ്മുടെ ശരീരത്തിൽ അത് നടക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും വളരെ സ്മൂത്തായി പെർഫെക്റ്റ് ആയിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് നടക്കും എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരം അല്ലെങ്കിൽ മുഅ്മിനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശരീരം അത് ആരോഗ്യമുള്ള ഒരു ശരീരമായി, ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരമായി, അസുഖങ്ങളില്ലാത്ത വളരെ കുറഞ്ഞ അസുഖങ്ങൾ മാത്രമുള്ള ഒരു ശരീരമായി നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, മാറുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അടുത്തൊരു സ്ലൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, വൈൽ സ്റ്റാൻഡിങ് പ്രോപ്പർ ബ്ലഡ് ഫ്ലോ ഇൻ ദ ലോവർ പോർഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ പിന്നെ
ബ്ലഡിന്റെ ഫ്ലോ അത് പ്രോപ്പറായി നമ്മുടെ ലോവർ പോർഷനിൽ, അതായത് നമ്മുടെ ബോഡിയുടെ അടിയിലേക്ക് താഴേക്ക് അത് ആ ഒരു ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കും എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും താഴെ ഒരു റുക്കൂ ചെയ്യുന്ന ഒരാളെ കാണും. ആ റുക്കൂ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഫ്രീക്വന്റ്ലി ഫ്ലോ ടു ദ റെസ്പിറേറ്ററി സിസ്റ്റം. അത് നമ്മുടെ ലെൻസ് കാര്യങ്ങളിലൊക്കെ വളരെ ലെൻസിലേക്ക് ഹൃദയത്തിന്റെ അതിലുള്ള ശ്വാസകോശത്തിലടക്കം രക്തം എത്തുന്ന രൂപത്തിലേക്ക് റുക്കുവിന്റെ അഡ്വാൻറ്റേജ് മാറാണ് ചെയ്യുന്നത്. അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ഹൃദയം, ലങ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്, ശ്വാസകോശം അവിടെ വരുന്നുണ്ട്. അതിനടിയിലുള്ള ശ്വാസകോശത്തിന്റെ അവിടെ എന്തൊക്കെയാണ് നടക്കാന്നുള്ള ഫങ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ്ങർ ബ്ലഡ് ഫ്ലോ കേസ്, രക്തത്തിന്റെ ഒഴുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നതാണ്. പിന്നെ അഡീഷണൽ ആൽബുമിനൊക്കെ ഓപ്പൺ ആവും ആൻഡ് ഇൻക്രീസ് ഓക്സിജനേഷൻ ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങും, കൂടാൻ തുടങ്ങും. നമ്മുടെ മസിൽസ് ഒക്കെ സ്മൂത്ത് ആവാൻ തുടങ്ങും എന്നൊക്കെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഈ ഒരു റുക്കൂ എന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇന്നറിൽ വളരെ ലാവിഷായി ഇതൊക്കെ ഓടാൻ തുടങ്ങുകയാണ്, സ്മൂത്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. അടുത്തൊരു സ്ലൈഡിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണത്. നമ്മുടെ ഈ പറയുന്ന വിഷയം കാർഡിയോവാസ്കുലർ അഡ്വാൻറ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുജൂദും റുക്കുവും തന്നെയാണ്. ഖിയാമിന്റെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു. ഇവിടെ റുക്കു എന്ന പൊസിഷനിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളാണ് റുക്കു ചെയ്യുന്ന ആള്. നമ്മുടെ തല നോക്ക്, നമ്മുടെ ഹൃദയം നോക്ക്, രണ്ടും സമാന്തരമാണ്. ബ്രെയിനും ഹേർട്ടും രണ്ടും സമാന്തരമാണ്. ഈ സമാന്തരമായി നിൽക്കുന്ന പൊസിഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രക്തം തലച്ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ ഒഴുകുന്നുണ്ട്. രക്തം ബ്ലഡ് ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ ഒഴുകുന്നുണ്ട്. ഇത് തലച്ചോറിലെ കോശങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ശരിയായ രക്തവിതരണം ഉറപ്പാക്കുന്നു. റുക്കൂവിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണിത്. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും, പെട്ടെന്ന് ഇങ്ങനെ റുക്കൂന്ന് എണീക്കാൻ പാടില്ല, കുറച്ചവിടെ നിൽക്കണം. അത് ഒന്ന് ബ്ലഡിന്റെ ഒക്കെ ഒരു ഫ്ലോ ശരിക്കും പോട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മളൊക്കെ റുക്കൂ ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യുന്നതാണ്. നമുക്കത് ഒഴുക്കിനൊക്കെ കറക്റ്റ് ഫീൽ ചെയ്യും. പക്ഷെ ആത്മീയമായി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു എന്നൊരു ചിന്ത മാത്രമായിരിക്കണം ആ രൂപത്തിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ്. രണ്ടാമത്തെ ആ സ്ലൈഡിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഒരു മനുഷ്യൻ നമ്മൾ റുക്കൂ ചെയ്യേണ്ട പ്രോസ്ട്രേഷൻ, ദ ഹെഡ് ഈസ് ലോവർ ദാൻ ദ ഹെഡ്, സോ ബ്ലഡ് ഫ്ലോസ് ടു ദ ഹെഡ്. ആ ഹൃദയവും ബ്രെയിനും സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോർ, അത് തലച്ചോറാണ് താഴെ, ഹൃദയമാണ് മേലെ. ഹെൽത്തി ബ്ലഡ് ഫ്ലോ ഈസ് എസെൻഷ്യൽ ഫോർ ഒപ്റ്റിമൽ ബ്രെയിൻ ഫങ്ഷൻസ്. ബ്രെയിൻ നീഡ്സ് ഓൾമോസ്റ്റ് 20% ഓഫ് ദ ബ്ലഡ് സപ്ലൈ പ്രൊവൈഡഡ് ബൈ ഈച്ച് ഹെർട്ട് ബീറ്റ്. അത് നമ്മുടെ തലച്ചോറ് അടിയിലാണ്, മേലെയാണ് ഹൃദയം. ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ശരീരത്തിന്റെ സ്ഥലത്തേക്കും എന്ത് വരുന്നത്? ഈ പറയുന്ന രക്തത്തിന്റെ, ബ്ലഡിന്റെ ഫ്ലോ വരുന്നത്. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വളരെ അതിവേഗം ദ്രുതഗതിയിൽ നമ്മുടെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യപ്പെടാണ് രക്തം ചെയ്യുന്നത്. രക്തം അടിച്ച് പമ്പ് ചെയ്യുന്നു, ഈ വളരെ സ്പീഡിൽ. ആ രൂപത്തിൽ പമ്പ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ബ്രെയിനിലേക്ക് പോകുന്ന സമയത്ത് ആ ബ്രെയിനിന്റെ ഒപ്റ്റിമൽ ബ്രെയിൻ ഫങ്ഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്റ്റിമൽ ബ്രെയിൻ ഫങ്ഷൻ ആ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? വളരെ സുതാര്യമായി അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്ന രൂപത്തിലേക്ക് മാറുന്നതാണ്. ഈ ഒരു പൊസിഷൻ ലോകത്തുള്ള ഒരു മനുഷ്യനും ഈ പൊസിഷൻ സ്വീകരിക്കില്ല, നിസ്കരിക്കാത്തൊരു മനുഷ്യനും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു എക്സസൈസിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളെ കാണിച്ചു തരാൻ പറ്റുമോ? വളരെ കുറവാണ്, വളരെ റയറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിന് ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബ്ലഡിന്റെ ഒപ്റ്റിമൽ ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ വളരെ സുതാര്യമായ രീതിയിൽ നടക്കുകയാണ് സുജൂദൊക്കെ. നമ്മൾ ഏത് ദിക്റാണോ ചൊല്ലുന്നത് ആ ദിക്റുകൾക്ക് അനുസൃതമായി കുറച്ച് ദൈർഘ്യമേറിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ എത്ര സമയമാണ് സുജൂദിൽ കിടക്കുക. അപ്പോൾ ഇതിപ്പോ ഈ നമ്മുടെ സെഷൻ കേട്ട ഒരാൾ എന്നോട് പറഞ്ഞു, അത് കേട്ടതിന് ശേഷം ഞാൻ സുജൂദിലും റുക്കൂലൊക്കെ കുറെ സമയം ഇങ്ങനെ നിൽക്കലുണ്ട് എന്ന് എന്നോട് പറഞ്ഞു പേഴ്സണലായിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഫങ്ഷൻസ് കൂടെ അള്ളാഹുവിന്റെ മുമ്പിലാണ്, അള്ളാഹുവിന്റെ കാലു പിടിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ തല കുനിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാപ്പിരക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ കഴുകി കളയാൻ വേണ്ടി പറയുകയാണ് എന്നൊക്കെ ആത്മീയമായി നമ്മൾ അതിനെ വിലയിരുത്തുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് അത്രയും അനുഗ്രഹങ്ങളും നിഅമത്തുകളും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു അഹങ്കാരത്തിന്റെ തരി പോലും ഇല്ലാതെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ലോകത്തുള്ള മുഴുവൻ കോടീശ്വരന്മാരും സുജൂദ് ചെയ്യുന്നത്. സോ ഈ സുജൂദിന് ഈ ഒരു സയന്റിഫിക് ബെനിഫിറ്റ്സ്, തല താഴെ ഹൃദയം മേലെ, ബ്ലഡിന്റെ സർക്കുലേഷൻ, ആ ഫ്ലോ
വളരെ നല്ല രീതിയിൽ പോകുന്നത് മൂലം ഒപ്റ്റിമൽ ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ വളരെ സുതാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അടിയിൽ റുക്കൂ സുജൂദും ചെയ്യുന്ന രണ്ടാളുകൾ കാണാൻ പറ്റും. ഇവിടെ നിസ്കാരത്തിൽ ഒരു വൺ ഡേ പ്രതിദിനം വ്യത്യസ്ത സമയങ്ങളിലായി 34 സുജൂദുകളും 17 റുക്കുകളും. ഇപ്പൊ റമദാൻ മാസം ആകുമ്പോൾ അതിന് കൂടും. അപ്പൊ ഇത് നടത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? മസ്തിഷ്ക കോശങ്ങൾക്ക് ഏറ്റവും മികച്ച രക്തവിതരണം നടക്കുന്നു. മസ്തിഷ്ക കോശങ്ങൾക്ക് ഏറ്റവും മികച്ച രക്തവിതരണം നടക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വാസ്കുലർ എക്സസൈസ് ഫോർ ദ ഹോൾ സർക്കുലേറ്ററി സിസ്റ്റം. ഇതുപോലൊരു എക്സസൈസ് അല്ലെങ്കിൽ ഇതുപോലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു എക്സസൈസ് അത് നമ്മുടെ സർക്കുലർ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് വാസ്കുലർ എക്സസൈസ് ആണെന്നാണ് ശാസ്ത്രജ്ഞന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തൊരു സ്ലൈഡിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും. അത് എ സ്റ്റഡി ഫ്ലോ ബ്രിങ്സ് ഓക്സിജൻ, ഗ്ലൂക്കോസ് ആൻഡ് ന്യൂട്രീഷൻസ് ടു ദ ബ്ലഡ് ആൻഡ് carries carbon dioxide, lactic acid and other metabolic waste production away from the brain. ഇവിടെ ഇതും സുജൂദ് കൊണ്ട് റുക്കൂ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. രക്തവിതരണം വർദ്ധിച്ചത് മൂലം തലച്ചോറിന് കൂടുതൽ പോഷണം ലഭിക്കുന്നു. ഇത് മെമ്മറി, കാഴ്ച, കേൾവി, ഏകാഗ്രത എന്തൊക്കെയാണ്? മെമ്മറി, കാഴ്ച, കേൾവി, ഏകാഗ്രത, മറ്റ് വൈജ്ഞാനിക കഴിവുകൾ എന്നിവയിലും നല്ല സ്വാധീനം ചെലുത്തുന്നു. രക്തവിതരണം വർദ്ധിച്ചത് മൂലം, അതായത് സുജൂദിൽ നമ്മൾ കിടന്നത് മൂലം അല്ലെങ്കിൽ സുജൂദ് നമ്മൾ ചെയ്തത് മൂലം രക്തവിതരണം വർദ്ധിക്കുന്നു. രക്തവിതരണം വർദ്ധിക്കുന്നത് മൂലം തലച്ചോറിന് കൂടുതൽ പോഷണം ലഭിക്കുന്നു. നമ്മുടെ മെമ്മറി, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ഏകാഗ്രത, നമ്മുടെ വൈജ്ഞാനിക കഴിവുകൾ എല്ലാത്തിലും നല്ല സ്വാധീനം സുജൂദ് ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് അവിടെ തലച്ചോറിന്റെ ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്. അത് റൗണ്ട് ചെയ്തിട്ടത് നമ്മുടെ ഫ്രണ്ടേജ് ആണ് ബ്രെയിനിന്റെ. ഈ ഫ്രണ്ടേജിന്റെ പ്രത്യേകത പ്രത്യേകിച്ചും തലച്ചോറിന്റെ മുൻഭാഗത്തേക്ക് ഇത് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള മേഖലയാണ്. അപ്പോൾ വളരെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് പക്വമായ ഡിസിഷൻസ് എടുക്കാനും പക്വമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നതാണ്. ആ രൂപത്തിലേക്കൊക്കെ മാറിയ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ vessels get stronger and more elastic walls over time and can not tear so easily even at old age. ഇവിടെ നമ്മുടെ വെസൽസുകളൊക്കെ സ്ട്രോങ് ആവും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ അഗൈൻസ്റ്റ് സോ കോൾഡ്. അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഈ വാർദ്ധക്യ സമയത്ത് വരാനുള്ള ധാരാളം രോഗങ്ങൾ, അതായത് രക്തധമനികള് അവിടെ ഒക്കെ കൊഴുപ്പടിഞ്ഞൊക്കെ കൂടിയിട്ട് സ്ട്രോക്ക്, ബ്ലോക്ക് പറഞ്ഞ രൂപത്തിൽ ഈ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോഴാണ് സ്ട്രോക്കും ബ്ലോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ സംഭവിക്കുക. ഇത് ഒരു പരിധിവരെ പ്രിവെൻഷൻ ആവും എന്ന് പറയുമ്പോൾ സുജൂദിന്റെ ബെനിഫിറ്റ് എത്രയാണ് ആലോചിച്ച് നോക്കൂ. ആ പറയുന്ന രീതിയിലുള്ള മുഴുവൻ അസുഖങ്ങളും ഈ വളരെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറയുന്നതാണ്. പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ അറ്റാക്ക് രൂപത്തിലൊക്കെ മരണപ്പെടുന്നൊക്കെ അള്ളാഹിന്റെ തീരുമാനം. അപ്പൊ ഇതൊരു പ്രിവെൻഷൻ തടഞ്ഞു വെക്കും എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി റിപ്പോർട്ടഡ് ദാറ്റ് ദ ആൽഫ ബ്രെയിൻ ആക്ടിവിറ്റി ഇൻക്രീസ്ഡ് ഡ്യൂറിങ് പ്രോസ്ട്രേഷൻ. ഇത് അവിടെ ഒരു പഠനമാണ്. പുറത്തുള്ള ആളുകൾ, അതായത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ കൂടി നടത്തിയൊരു പഠനത്തിൽ അവർ പറയുന്നത് മുസ്ലിങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന, അതായത് സുജൂദ്, തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിച്ചു. ഇപ്പൊ മലേഷ്യയിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകരാണ് അത് കണ്ടെത്തിയത്. തലച്ചോറിന്റെ മുകളിലും പിന്നിലുമുള്ള പ്രദേശങ്ങൾ ആൽഫ പ്രവർത്തനത്തിൽ ഗണ്യമായ വർധനവ് അവർ കണ്ടെത്തി. Scientists said that there are 5 different types of human brain waves. അതിൽ ഒന്നാമത്തതാണ് ആൽഫ ബ്രെയിൻ വേവ്സ്. ഇറ്റ് എഫക്ട് യുവർ ക്രിയേറ്റിവിറ്റി. ഈ ആൽഫ ബ്രെയിൻ വേവ്സ് 5 തരത്തിലുള്ള ബ്രെയിൻ ഉണ്ട് നമുക്ക്. അതിലൊന്നാണ് ആൽഫ ബ്രെയിൻ. ഈ ആൽഫ ബ്രെയിന് അതിന്റെ പ്രവർത്തനത്തിൽ ഗണ്യമായ വർധനവ് കണ്ടെത്തിയാണ് സുജൂദ് ചെയ്യുന്ന മൂലം. ഈ ആൽഫ ബ്രെയിന് കൊണ്ട് നമുക്കുള്ള ഉപകാരം അത് ക്രിയേറ്റിവിറ്റി, ആൾട്ടർനെസ്, പ്രൊഡക്ടിവിറ്റി, മെന്റൽ കോർഡിനേഷൻ, ലേണിംഗ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഈ പറഞ്ഞ രൂപത്തിലുള്ള ക്രിയാത്മകമായി ചിന്തിക്കാനുള്ള കഴിവും ഉൽപാദനക്ഷമതയും നമ്മുടെ തലച്ചോറിൽ കോർഡിനേഷൻ ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കഴിവും ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും ഒക്കെ ഹാപ്പിനെസ്സും ഒക്കെ വളരെ സ്റ്റില്ലായി സ്റ്റേണായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തികളും ചിന്തകളുമാണ് ഈ വേവുകളുടെ അളവ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ വളരെ
ബ്രൈറ്റ് ആയിട്ടുള്ള പക്വതയുള്ള ഒരു പേഴ്സണാലിറ്റിയായി സുജൂദ് റുക്കുവൊക്കെ കറക്റ്റ് ചെയ്യുന്ന ആളുകൾ മാറും എന്നും പഠനം കാണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ സജ്ദ സമയത്ത് നിങ്ങളുടെ തല നിലവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ദോഷകരമായ വൈദ്യുത കാന്തിക രശ്മികൾ പുറന്തള്ളാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സുജൂദ്. ഗുരുത്വാകർഷണത്തിന് എല്ലാം തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള എല്ലാ ദോഷകരമായ കിരണങ്ങളും അത് ആഗിരണം ചെയ്യുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. ഇവിടെ നെഗറ്റീവ് എനർജിയൊക്കെ പോവാണ് ചെയ്യുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അവസാനത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ റുക്കു ആൻഡ് സുജൂദ് അത് ഒരു തെറാപ്പി, സ്പൈനൽ കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് എന്നും അടുത്തൊരു സ്ലൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റുക്കുവും സുജൂദും ചെയ്യുന്ന സമയത്ത് അത് സ്പൈനൽ കോഡിനുള്ള തെറാപ്പിയാണെന്നും സ്പൈനൽ നെർവിന്റെ പ്രഷറൊക്കെ അത് റെഡ്യൂസ് ചെയ്യും എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതേപോലെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ബൈ റുക്കു കൊണ്ടും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ദഹനപരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. അതേപോലെ എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ അതിന്റെ അഡ്വാൻറ്റേജും റുക്കു മൂലം ലഭിക്കുന്നുണ്ട്. ഈ പ്രഷറൊക്കെ വളരെ നോർമൽ ലെവലിലേക്ക് വരാൻ റുക്കു കാരണമാവുന്നുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നത് മൂലം അൽഷിമേഴ്സിനെ തടയുന്നതിനോ ചികിത്സിക്കുന്നതിനുള്ള ഫലപ്രദമായ ചികിത്സാ സമീപനമായിരിക്കും ഡോക്ടർ പറയുന്നത്. ഓക്കെ, തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നത് അൾഷിമേഴ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മശക്തി ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു പ്രായത്തിൽ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. ആ അസുഖത്തിന് വരെ തടയാനും ചികിത്സിക്കാനും ഒക്കെ ഉള്ള ഫലപ്രദമായ ചികിത്സയായിരിക്കും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നത്. അപ്പോൾ റുക്കുവും സുജൂദൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ സുന്നത്തൊക്കെ നിസ്കരിച്ച് റുക്കുവും സുജൂദൊക്കെ വളരെ സമാധാനത്തിലെടുത്ത് ആ രൂപത്തിൽ മാറുന്ന ഒരാൾക്ക് തീർച്ചയായും പ്രായത്തിന്റെ സമയത്ത് വരുന്ന അൾഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അഡ്വാൻറ്റേജുകൾ ഇതിൽ സജ്ദ പൊസിഷനിൽ വരുമ്പോൾ ബ്ലഡ് ഫ്ലോ ടു ദ മിഡിൽ പാർട്ട്, നമ്മൾ ഈ അത്തഹിയാത്തിലേക്ക് വരുമ്പോൾ അടുത്തൊരു സ്ലൈഡിൽ കാണാൻ പറ്റും. അത്തഹിയാത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും, മിഡിൽ പാർട്ടിലേക്ക് മാറും. അതേപോലെ സജ്ദ പൊസിഷനിൽ ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ ഡൈജഷൻ ആൻഡ് പെൽവിക് ഏരിയ ഇൻ സജ്ദ. അത് നമ്മുടെ സുജൂദിന്റെ സമയത്തൊക്കെ ലോവർ പാർട്ട് നമ്മുടെ മുഴുവൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡിന്റെ ഫ്ലോ അധികരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ദഹന പ്രക്രിയ സ്മൂത്ത് ആവുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഇതിനു പുറമെ യൂറിനറി അഡ്വാൻറ്റേജ്, അതേപോലെ ലാസ്റ്റ് ഒരു സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യൂറിനറി അഡ്വാൻറ്റേജ്, അതേപോലെ റീപ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജ്, വിറ്റാലിറ്റി അഡ്വാൻറ്റേജ് തുടങ്ങിയ ധാരാളം അഡ്വാൻറ്റേജുകൾ ഇനിയും അവിടെ നമുക്ക് ഈ സുജൂദും റുക്കുവും കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വൈൽ സ്റ്റാൻഡിങ് പ്രോപ്പർ ബ്ലഡ് ഫ്ലോ ഇൻ ദ ലോവർ പോർഷൻ ഓഫ് ദ ബോഡി, ഖിയാം ഉള്ള സമയത്ത് നമ്മുടെ പ്രഷർ അത് ശരീരത്തിന്റെ ആ രണ്ട് കാലിലേക്ക് വന്ന് ആ പേശികൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തെ പേശികളൊക്കെ ദൃഢീകരിക്കപ്പെടുകയും നമ്മുടെ ശരീരം ചലനാത്മകമായ ഊർജ്ജസ്വലമായ എനർജറ്റിക്കായ എന്തൂസിയാസ്റ്റിക്കായ ഒരു ശരീരമായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റുക്കൂലേക്കും സുജൂദിലേക്കും വരുമ്പോൾ ബ്ലഡിന്റെയും അപ്പർ ആൻഡ് മിഡിൽ ആ പാർട്ടിലൊക്കെ എസ്പെഷ്യലി ലങ്സ്, പിന്നെ ഈ കോശം ശ്വാസകോശം ആ രൂപത്തിലൊക്കെ ബ്ലഡ് വളരെ സ്മൂത്തായിട്ട് അങ്ങോട്ടൊക്കെ എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ഇത് സജ്ദ പൊസിഷൻ ബ്ലഡ് ഫ്ലോ ടു ദ മിഡിൽ പാർട്ട്, നമ്മുടെ മിഡിൽ പാർട്ടിലേക്കും ബ്ലഡിന്റെ ഫ്ലോ ഒഴുകിയെത്തുന്നു ഈ നിസ്കാരം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടെ. സോ ഇത്രയും ബെനിഫിറ്റ്സുകൾ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ ബെനിഫിറ്റ് ഇത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറുകളോളം ചർച്ച ചെയ്യാനുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോവേണ്ടതും ഉണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ടാണ് വളരെ ബ്രീഫായി ക്രീമായി മാത്രം കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ളുഹർ അല്ലെങ്കിൽ ഇന്ന് ളുഹാ മുതൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ മുസ്ലിമാക്കി മാറ്റിയതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തീർച്ചയായും നമ്മൾ നന്ദി പറയണം. കാരണം നിസ്കരിക്കൂ നോമ്പെടുക്കൂ ആരോഗ്യം നേടും എന്ന് പറഞ്ഞതുപോലെ തന്നെ നിസ്കാരത്തിലും ആരോഗ്യകരമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ ധാരാളം സൂറത്തുകളിൽ ഇത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ് നിസ്കാരം എന്നും നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ
അസ്സലാത്തു കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത്ത എന്ന് പറയുന്ന ആയത്തുകൾ അടക്കമുണ്ട്. സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാവുന്നു നമസ്കാരം എന്ന് നമ്മൾ പറയുമ്പോൾ, എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ ടൈമിങ്ങിനും ഓരോ പ്രാധാന്യമുണ്ട്. സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ, ഈ 5 സമയത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. ഈ 5 സമയത്ത് വളരെ കൃത്യമായി ആ ഒരു ടൈമിങ്ങിന് തന്നെ നിസ്കരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ 15 വയസ്സായിട്ടുള്ള മക്കളെ വളരെ കൃത്യമായി ആ സമയത്ത് തന്നെ നിസ്കരിപ്പിച്ച് ശീലിപ്പിച്ചാൽ ആ മക്കൾക്ക് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കോ ഒരു അസുഖവും ഇല്ലാത്ത, വളരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അസുഖം പോലും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തൊന്നും. ആ രൂപത്തിലേക്കുള്ളൊരു ബോഡി, അത് ടോട്ടലി എന്ത് ചെയ്യും, ഈ രൂപത്തിലേക്കുള്ള ആരോഗ്യകരമായിട്ടുള്ള ബോഡി ആയിട്ട് നമ്മുടെ ബോഡി ഇൻഷാ അല്ലാഹ് മാറും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ നിസ്കാരത്തിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിൻ്റെ മറ്റുള്ള വലിയ രൂപത്തിലുള്ള ആശയപ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ആ തരത്തിലുള്ള സെഷൻസുകളായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നാളെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, വളരെ പഠനാർഹമായ, ചിന്താർഹമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.